പിതാവായ അങ്ങയ്ക്ക് വന്ദനം. വന്ദനം. ദക്ഷ, ദക്ഷയാഗം എന്ന മഹായാഗം പരമോന്നതയിൽ തന്നെ എത്തി നിൽക്കുന്നു. എല്ലാ ദേവന്മാരും ദേവഗണങ്ങളും സന്നിഹിതരായിരിക്കുന്നു. വിഷ്ണു ഭഗവാൻ പങ്കെടുത്തിട്ട് പോകുന്നതും കണ്ടു. എന്നാൽ പരമേശ്വരനെ മാത്രം യാഗത്തിൽ ക്ഷണിക്കാത്തത് ഉചിതമായില്ല ദക്ഷ. പരമേശ്വരനെ മാത്രം യാഗത്തിന് ക്ഷണിച്ചില്ല. അതിന് കാരണം പരമേശ്വരനോടുള്ള ശത്രുത തന്നെയാണ്. യാഗങ്ങളുടെ ആധിപത്യമുള്ള മൂർത്തിയെ ക്ഷണിക്കാതെ ഒരു മഹായാഗം, ഇതെങ്ങനെ ശരിയാകും? അദ്ദേഹത്തിന്റെ ഹദിത്യമില്ലാതെ യാഗഫലം പൂർണ്ണമാകുമോ? പിതാവേ, ഇത് വരദാനത്തിനുള്ള യാഗമല്ല, വൈരാഗ്യത്തിന് വേണ്ടിയുള്ള യാഗമാണ്. വൈരാഗ്യമോ? അതെ. ആരുടെ നേർക്കാണ് നീ വൈരാഗ്യം നീട്ടുന്നതെന്ന് അറിയാമോ? നിത്യവൈരാഗ്യായ ഭഗവാൻ ശ്രീ പരമേശ്വരനോടാണ്. ഏയ്, ഒരിക്കൽ പിതാവായ അങ്ങയുടെ വാക്കുകൾ കേട്ട് ആ കപാലയുടെ വാസസ്ഥലത്ത് ചെന്നവനാണ് ഈ ദക്ഷൻ. അപഹസിച്ചിറക്കി വിട്ടു. ആരെയൊക്കെ ക്ഷണിക്കണം, ആരെയൊക്കെ ക്ഷണിക്കണ്ട എന്നുള്ള അധികാരം ഈ ദക്ഷനുണ്ട്. അഹങ്കാരം കാണിക്കാനുള്ളതല്ല യാഗം. പൊരുളും കൈക്കരുത്തുമുണ്ടെന്ന് വെച്ച് എന്തും കാട്ടാനുള്ള അഹങ്കാരം പാടില്ല. യാഗം നടത്തുന്നതിന് ചില കീഴ്വഴക്കങ്ങൾ വേണ്ടിവരും. ത്രിമൂർത്തികളെ നിർബന്ധമായും ക്ഷണിച്ചു വരുത്തിയിരിക്കണം. 3-ൽ 2 പേരും നമ്മോടൊപ്പമുണ്ട്, അതു മതി. പിതൃനിന്ന കാട്ടിയ മകന്റെ യാഗത്തിന് പ്രസക്തി ഉണ്ടാകുമോ? ശിവനെയും ദാക്ഷായണിയെയും യാഗത്തിന് ക്ഷണിക്കണമെന്ന് നാം പലകുറി നിന്നെ ഉപദേശിച്ചതാണ്. ജാമാതാവായ ശിവൻ യാഗത്തിൽ പങ്കെടുത്ത് ഹവിസ് പൂജിക്കേണ്ടവനല്ലേ? ശിവൻ പങ്കെടുക്കാത്ത യാഗം യാഗമാണോ? ആ യാഗത്തിന് പൂർണ്ണതയുണ്ടാകുമോ? ഹേയ് പിതൃദേവ, ശിവൻ യാഗത്തിൽ പങ്കെടുക്കാത്തതിന്റെ രോഷം പ്രകടിപ്പിക്കാനായിരുന്നുവെങ്കിൽ അങ്ങ് യാഗശാലയിലേക്ക് വരരുതായിരുന്നു. ദക്ഷ, നമ്മുടെ വാക്കുകൾ കേൾക്കാതെ ഭഗവാൻ ശ്രീ പരമേശ്വരനെ അപമാനിക്കാൻ വേണ്ടി നീ നടത്തുന്ന ഈ യജ്ഞം മുടങ്ങിപ്പോകും. സൽക്കർമ്മത്തിന് പകരം നിനക്ക് വിപരീതം വരുത്തും. നിന്റെ അഹങ്കാരത്തിനുള്ള ശിക്ഷ ശ്രീ പരമേശ്വരൻ തന്നെ നൽകും. പാപം ചെയ്യുന്നതിനേക്കാൾ മഹാപാപമാണ് മറ്റൊരുത്തൻ പാപം ചെയ്യുന്നത് കണ്ടു നിൽക്കുന്നത്. ഇല്ല, നാം ഈ യാഗത്തിന് സാക്ഷ്യം വഹിക്കുന്നില്ല. പിതാശ്രീ, ആരാണ് നീ? ക്ഷണിക്കാത്തവിടെ ആരാണ് യാഗശാലയിലേക്ക് കടത്തിവിട്ടത്? എന്ത് ധൈര്യത്തിലാണ് നീ യാഗശാലയിൽ കടന്നു വന്നത്? പിതാവ് നടത്തുന്ന യാഗത്തിന് മകൾക്ക് ക്ഷണിച്ചില്ലെങ്കിലും വരാം. മകളോ? മകളാണ് പോലും. ചുടലഭസ്മം പൂശുന്നവനും കപാലം ധരിക്കുന്നവനും ഇടജന്തുക്കളെ ആഭരണങ്ങളാക്കുന്നവനുമായ പരമഭ്രഷ്ടന്റെ പത്നി നമുക്ക് മകളാണത്രേ. ചുടലഭസ്മത്തിന്റെയും സർപ്പവിഷത്തിന്റെയും ദുർഗന്ധം വമിക്കുന്ന അശുദ്ധയായ സ്ത്രീയെ കടക്കുപുറത്ത്. അരുത് മഹാരാജൻ, അരുത്. 20 വർഷക്കാലം നമ്മുടെ സ്നേഹവും വാത്സല്യവും സംരക്ഷണയും ഏറ്റുവളർന്ന് നമ്മുടെ മകളെ മകളല്ലെന്ന് വിധിക്കരുത്. അശുദ്ധി കൽപ്പിച്ച് ആട്ടിപ്പുറത്താക്കരുത് മഹാരാജൻ. ആലിംഗനം ചെയ്ത് സ്വീകരിച്ചാലും. ചുടലഭസ്മത്തിന്റെയും സർപ്പവിഷത്തിന്റെയും ചീഞ്ഞു നാർന്ന ഗന്ധമുള്ള ദാക്ഷായണിയെ സ്പർശിച്ചാൽ അശുദ്ധി ഭവിക്കുമെന്ന് ഭയന്നിട്ടാണോ സ്വന്തം പത്നിയുടെ നേർക്ക് പരാക്രമം? വാസുകിയുടെ വിഷം പാനം ചെയ്ത് ഈ ലോകത്തെ തന്നെ രക്ഷിച്ച നീലകണ്ഠന്റെ വിഷത്തിന് ദുർഗന്ധമോ മഹാരാജൻ? ആനന്ദശായി കുലത്തിൽപ്പെട്ട സർപ്പങ്ങളെ ഭൂഷണമായി ധരിക്കുന്നവൻ നികൃഷ്ടനോ നിങ്ങൾക്ക്? ലോകരക്ഷകനും ഒപ്പം സംഹാരമൂർത്തിയുമായ എന്റെ പതിയെ ക്ഷണിക്കാത്ത ഈ യാഗം
ഒരിക്കലും പൂർണ്ണമാകില്ല. പൂർണ്ണമാകാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്ദ്രൻ, അഗ്നി, വരുണ, വായു ശ്രേഷ്ഠന്മാരെ, ദേവഗണങ്ങളെ, മാമുനി മഹാത്മാക്കളെ, പറയൂ, ഈ യാഗശാലയിൽ അനുഭവപ്പെട്ട കൊടിയ ശൂന്യത എന്റെ പതിയുടെ അഭാവത്താൽ ഉണ്ടായതല്ലേ? ജഗന്നാഥൻ ഇല്ലാത്ത യാഗം ജഗത്തിനെ സംരക്ഷിക്കുമോ? എന്റെ പതിയെ ക്ഷണിക്കാത്തത് ദക്ഷ മഹാരാജന് പറ്റിയ ഗുരുതരമായ വീഴ്ചയല്ലേ? പറയൂ. എന്താ ദേവഗണങ്ങളായ നിങ്ങളും ഇതിന് കൂട്ടു നിൽക്കുകയാണോ? ധാർമ്മിക രോഷത്തിന്റെ പാരമ്യതയിൽ നിൽക്കുമ്പോഴും എന്റെ പതിയും പിതാവും തമ്മിലുള്ള അനുരഞ്ജനം കൊതിക്കുന്നവളാണ് ഞാൻ. പിതാവേ, യാഗത്തിന് ക്ഷണിക്കപ്പെടാത്ത ഞാൻ എന്റെ പതിയുടെ അനുവാദമില്ലാതെ തന്നിഷ്ടത്തോടെയാണ് ഇവിടെ വന്നത്. ജാമാതാവിനെ നേരിട്ട് വന്ന് ക്ഷണിക്കാൻ ശ്വശുരനെയും കൂട്ടി വരാമെന്ന് വാക്കുകൊടുത്തിട്ടാണ് ഞാൻ വന്നത്. സംഹാരമൂർത്തിയുടെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് അഗ്നിക്കടലിൽ സർവ്വതും ചാരമാകുന്നതിന് മുൻപേ വന്നാലും പിതാവേ. നികൃഷ്ടനും ചണ്ടാലനുമായ നിന്റെ പതി ഏതെങ്കിലും ചുടലക്കാട്ടിപ്പോയി ചുടല നൃത്തമാടി രോഷമടക്കട്ടെ. അവന്റെ മൂന്നാം തൃക്കണ്ണിലെ അഗ്നി ഇങ്ങ് ദക്ഷ പ്രജാപതിയുടെ യാഗശാലയോളം നീണ്ടുവരുന്നവെന്ന് കാണട്ടെ. ഈ ചുടലഭൂതത്തെ പിടിച്ച് പുറത്താക്കുവിൻ. തൊട്ടുപോകരുതെന്നെ. ചുടലഭൂതമാണ് ഞാൻ. പിതാവ് ചുടലഭൂതമാക്കിയവൾ സ്വയം ഒരു ചിതയൊരുക്കുന്നു. ദക്ഷയാഗശാലയിൽ ദാക്ഷായണിയുടെ അഗ്നിപ്രവേശം, സ്വന്തം പതിയെ അമ്പെ തുച്ഛനാക്കുന്ന അപഹാസ്യ വാക്കുകൾ മുഴങ്ങിയ ഈ യാഗശാലയിൽ തന്നെ ദാക്ഷായണി ജീവൻ ഒടുക്കുന്നു. കൈലാസപദേ, അങ്ങയുടെ ഉപദേശം അനുസരിക്കാതെ ഇറങ്ങി തിരിച്ച് ഈ ദാക്ഷായണി ഇത് പശ്ചാത്താപ വിവശയായി അങ്ങയോട് മാപ്പ് അപേക്ഷിക്കുന്നു. പതിയുടെ വാക്ക് കേൾക്കാത്ത ഏതൊരു പത്നിക്കും നിശ്ചയമായും തക്കതായ ശിക്ഷ ലഭിക്കുമെന്ന് ഈ ഉള്ളവൾക്ക് ബോധ്യമായി കഴിഞ്ഞു. പതിയുടെ വാക്ക് കേൾക്കാത്ത പത്നിക്ക് പിറന്ന വീട്ടിൽ പോലും സ്ഥാനമില്ലെന്ന് ബോധ്യമായി അപമാനിതയായി അങ്ങയുടെ തിരുമുന്നിൽ വരാൻ പോലും അടിയന് യോഗ്യതയില്ല. വരും ജന്മങ്ങളിലും അവിടുത്തെ പാദപൂജ ചെയ്യാനുള്ള പരമഭാഗ്യം നൽകണമെന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ അവസാനമായി എനിക്കുള്ളൂ. അഗ്നിദേവ, സർവശക്തനായ അങ്ങ് ഈ ഉടൽ ഉൾക്കൊണ്ടാലും. മകളെ, മകളെ. ദാക്ഷായണി അരുത്. പ്രപഞ്ചം കത്തിയേരിയുന്ന ഘോര രൂപത്തിന് നാന്ദി കുറിക്കരുത്. അഗ്നിദേവനായ നമുക്ക് പോലും താങ്ങാനാവാത്ത അഗ്നിപ്രപഞ്ചം സൃഷ്ടിക്കരുത്. ദാക്ഷായണി, കോപം അടക്കൂ. അരുത്, അവിവേകം കാട്ടരുത് ദാക്ഷായണി. യജ്ഞം നിർത്തി മുനിവര്യന്മാരെല്ലാം മാറുക. മാറാൻ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. മകളെ, മകളെ. അരുത് മകളെ, അരുത്, അരുത്. ഓം നമഃ ശിവായ. അരുത് മകളെ, അരുത്. നമഃ ശിവായ. അരുത്. നമഃ ശിവായ. മകളെ.
അവിവേകൊന്നും കാട്ടരുത്. അരുത്. അരുത് മകളെ, അരുത്, അരുത്. ശിവപെരുമാളെ, അടിയന് ജന്മം നൽകിയതിന് അളവുറ്റ നന്ദിയുണ്ട് പ്രഭോ. കോപത്താൽ ജ്വലിക്കുന്ന അങ്ങയുടെ മുഖം കാണുമ്പോ അടിയന് മനസ്സിലാകുന്നു അടിയന്റെ സേവനം അങ്ങേക്ക് അത്യന്താപേക്ഷിതമാണെന്ന്. എന്ത് സേവനവും ചെയ്യാൻ അടിയൻ ഒരുങ്ങിക്കഴിഞ്ഞു. കൽപ്പിച്ചാലും പ്രഭു. നമ്മുടെ ജടയിൽ നിന്ന് ജനിച്ച നീ വീരഭദ്രൻ എന്നറിയപ്പെടും. നീ യക്ഷന്റെ യാഗശാലയിലേക്ക് കൂട്ടാളികളെയും കൂട്ടി പോവുക. സർവവും തച്ച് തകർക്കുക. നമ്മെ അമ്പെ നിന്ദിച്ച് നമ്മുടെ പത്നിയെ ആക്ഷേപിച്ച് ജീവത്യാഗത്തിലേക്ക് നയിച്ച ദക്ഷന്റെ നാവിനി ചലിക്കരുത്. ദക്ഷന്റെ ശിരസ് അറുത്തെടുക്കുക. നിന്നോട് ഏറ്റെതിർക്കാൻ വരുന്നവരെയൊക്കെ വധിക്കുക. അവന്റേക്ക് ഒരു പൂജയും ഹോമവും എല്ലാം ഞാനൊന്ന് അവസാനിപ്പിച്ചിരിക്കും. ആരാണ് നീ? നിനക്ക് എന്താണ് വേണ്ടത്? ഞാൻ വീരഭദ്രൻ, ശിവപെരുമാൾ അയച്ചിരിക്കുന്ന കിങ്കരൻ. ശിവപെരുമാൾ? അവന്റെ ഈ കിങ്കരനെ കൊന്നുനുറുക്കി കൈലാസത്ത് കൊണ്ടുപോയി ശിവന്റെ പാദങ്ങളിൽ ഇട്ടു കൊടുക്ക്. ചുടല ഭസ്മപ്രിയൻ
ഇവന്റെ മാംസം കൂടി ഭക്ഷിക്കട്ടെ. കൊല്ലിവനെ. നശിപ്പിക്കുക, എല്ലാം നശിപ്പിക്കുക. നശിപ്പിക്കുക, എല്ലാത്തിനെയും നശിപ്പിക്കുക. വീരഭദ്രരിൽ നിന്നും നിനക്കിനി മോചനമില്ല. ശ്രീ പരമേശ്വരൻ സ്വന്തം ജട പറിച്ചെടുത്ത് നിലത്തടിച്ച് സൃഷ്ടിച്ചതായി എന്നെ സംഹാരമൂർത്തിയായ ശിവപെരുമാൾ സൃഷ്ടിച്ച മറ്റൊരു സംഹാരമൂർത്തിയാണ് വീരഭദ്രൻ. വീരഭദ്ര, അരുത്, നമ്മെ കൊല്ലരുത്. ശിവനോട് ചെയ്തു പോയ സമസ്ത അപരാധങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് നമ്മ അപേക്ഷിച്ചു കൊള്ളാം. ഓരാ, ജീവത്യാഗം ചെയ്ത പെരുമാളിന്റെ പ്രിയപത്നി ദാക്ഷായണി ദേവിയെ ജീവനോടെ തിരിച്ചു നൽകുക. എങ്കിലും നിന്നെ മോചിപ്പിച്ചേക്കാം. എന്താ കഴിയുമോ നിനക്ക്? കഴിയില്ലല്ലോ. ദക്ഷ, ശിവപെരുമാൾ എന്നെ സൃഷ്ടിച്ചത് തന്നെ നിന്റെ ഗളച്ഛേദം നടത്താനാണ്. പെരുമാൾ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ നിർവഹിച്ചിരിക്കും. അത് വേണ്ട, എന്നെ ഒന്ന് ചെയ്യരുത്. നമ്മെ ഒന്ന് ചെയ്യരുതേ, വേണ്ട.